കുറവലങ്ങാട് ടൗണിന്റെ നടുക്കായിട്ട് കുറവലങ്ങാട് ടൗണിൽ നിന്നും വെറും 500 മീറ്റർ ദൂരം മാത്രം മാറി ടൗൺഷിപ്പിന്റെ എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഇന്ന് നമുക്കൊരു വീട് കണ്ടാലോ? എന്നാൽ ടൗണുമായിട്ട് 500 മീറ്റർ ദൂരമുണ്ട്. ശാന്തമായിട്ട് റെസിഡൻഷ്യൽ മേഖലയിൽ ജീവിക്കാൻ പറ്റും. നല്ല വഴിയാണ് വീട് വഴിയും. അങ്ങനെയൊക്കെയുള്ള നല്ല ഒരു വീട് കുറവലങ്ങാട് ടൗണിന് സമീപമായിട്ട് ടൗണിൽ നിന്ന് വെറും 500 മീറ്റർ ദൂരത്തിൽ മാത്രം പോയി കഴിയുമ്പോൾ ഇതാ ഈ കാണുന്ന വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. ചോദിക്കുന്ന വില 1 കോടി രൂപ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇത് 9 സെന്റ് സ്ഥലമുണ്ട്, 2450 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 4 ബെഡ്റൂം ഉണ്ട്, 4ഉം അറ്റാച്ച്ഡ് ആണ്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ ചോദിക്കുന്ന വില പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഏനച്ചൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറവലങ്ങാട് ടൗണിൽ നിന്നും വെറും 500 മീറ്റർ ദൂരം മാത്രം മാറിക്കഴിയുമ്പോൾ ഇതോ ഈ കാണുന്ന റെസിഡൻഷ്യൽ മേഖലയിൽ നല്ല ഒരു വീടാണ് ഇവിടെ വന്നിരിക്കുക. ഡബിൾ സ്റ്റോറീഡ് വീടാണ് ഇവിടെ വന്നിരിക്കുക. ഗേറ്റ് മുതൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി ഗേറ്റ്. അതുപോലെ തന്നെ മുറ്റമൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മുറ്റത്തൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസും നാച്ചുറൽ ഗ്രാസൊക്കെ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് ഡബിൾ സ്റ്റോറീഡ് ആണ് ബിൽഡിങ്. നല്ല ഒരു 2 നില വീട്. പാലാ മേഖലയിലൊക്കെ 2 നില വീട് ചോദിച്ചു വരുമ്പോൾ കാണിക്കാൻ വീടുകൾ അധികം ഇല്ല. കാരണം പാലായിലൊക്കെ 1 നില വീടുകളാണ് കൂടുതൽ. പക്ഷേ 2 നില വീടുകൾ ആഗ്രഹിച്ചു വരുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അപ്പോൾ ഈ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഈ 2 നില വീടിന്റെ കാർ പോർച്ചിന്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നല്ലൊരു കാർ പോർച്ച് സൗകര്യങ്ങൾ, സിറ്റ് ഔട്ട് എല്ലാം നല്ല ഭംഗിയായിട്ട്. അതുപോലെ തന്നെ കിണർ, വീടിന് മുറ്റത്ത് തന്നെ നല്ലൊരു കിണറൊക്കെ ഒന്നും കൂടെ തേകാനായിട്ടുള്ളതാണ്. ഒന്നും കൂടെ വൃത്തിയാക്കണം. അത് കിണറിൽ ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു മേഖലയിലാണ് ഈ വീട്. ചുറ്റുവട്ടമൊക്കെ നമുക്ക് കാണാം. നല്ല ശാന്തസുന്ദരമായ നല്ലൊരു, ഞാൻ പറഞ്ഞു, ടൗണിന്റെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് അനുഭവിക്കുകയും എന്നാൽ ശാന്തത ആസ്വദിക്കുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു വീടാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. സിറ്റ് ഔട്ട് എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ്. അതുകൊണ്ടൊരു ഊഞ്ഞാലൊക്കെ കൊടുക്കണമെങ്കിലും അതിനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ്. ഇവിടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. 4 ബെഡ്റൂം, 4ഉം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നല്ല തടി കൊണ്ടുള്ള ഡോറുകൾ, എല്ലാം ഡബിൾ പാളി ഡോറ്, നല്ല ഭംഗിയായിട്ടുള്ള ഡോറുകളാണ് ഇവിടെ വന്നിരിക്കുക. രൂപം വെക്കുവാനായിട്ടുള്ള ലൈറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്വീകരണ മുറി വന്നിരിക്കുന്നത്. റൊട്ടേറ്റ് ചെയ്യാവുന്ന TV യൂണിറ്റ് അവിടെ പാർട്ടീഷൻ വർക്കിനകത്ത് വന്നിട്ടുണ്ട്. ജിപ്സം വർക്കുകൾ എല്ലാം ഉള്ള നല്ലൊരു വീടാണ് ഇവിടെ വന്നിരിക്കുക. ഇവിടെ സ്വീകരണ മുറിയിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ഇവിടെ നല്ല ഒരു ഡൈനിങ് ഹാളാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് ഉള്ളത്. സ്റ്റെയർ കേസിന് സമീപത്തായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 4 ബെഡ്റൂം, 4ഉം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് ഇവിടെ വന്നിരിക്കുക. ഇതാണ് വാഷ് കൗണ്ടർ. നമുക്ക് ഇവിടെ കാണാം. നല്ല ഭംഗിയുള്ള വാഷ് കൗണ്ടർ. അതുപോലെ തന്നെ കിച്ചൺ മുഴുവൻ കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ നല്ലൊരു കിച്ചണാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ കിച്ചണ്. അപ്പുറത്ത് വർക്ക് ഏരിയയിൽ പുകയില്ലാത്ത അടുപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ചിമ്മിനി സെറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് ഉപയോഗിച്ചുള്ള നല്ല കബോർഡ് വർക്കുകളാണ്. നല്ല ക്വാളിറ്റിയുള്ള കബോർഡ് വർക്കുകൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുക. ഇവിടുന്ന് വർക്ക് ഏരിയയിലേക്ക് നമ്മൾ ഇറങ്ങുന്നു. വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് ഇവിടെ കാണാം. പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറാണ് ഇവിടെ വന്നിരിക്കുക. നമ്മൾ പുറകുവശമൊക്കെ കണ്ടതുകൊണ്ട് നമുക്കിനി പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യമില്ല. എല്ലാം ഒന്നുകൂടി ക്ലീൻ ചെയ്ത് സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട്. എല്ലാം കൂടെ ഒന്നുകൂടെ ക്ലീൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇവിടുന്ന് ഇതാണ് വീണ്ടും ഡൈനിങ്ങിലേക്ക് വന്നിരിക്കുന്നു. ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർ കേസ്. ഇവിടെ വാഷ് കൗണ്ടർ. അതുപോലെ തന്നെ അപ്പുറത്ത് ഒരു ബെഡ്റൂമിന്റെ ഡോറ് കാണാം. ഇതാണ് ബെഡ്റൂമുകളിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കുകൾ, അതുപോലെ ഹാങ്ങിങ് ലൈറ്റ്, ഒരു ട്യൂബ് ലൈറ്റ്, ഫാന്, AC പോയിന്റ് എന്നിവ ബെഡ്റൂമുകളിലുണ്ട്. ജനൽപ്പാളികൾ, നല്ല രീതിയിലുള്ള ജനൽപ്പാളികളാണ് ഇവിടെ വന്നിരിക്കുക. കബോർഡ് വർക്കിൽ തന്നെ ഒരു ടേബിളായിട്ടും അലമാരിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുക. ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. നല്ല ഹിൻഡ്വെയറിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോസറ്റ്, അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെയാണ് കൊടുത്തിരിക്കുക. അവിടെയും മിറർ ലാമ്പ് എല്ലാം വന്നിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിച്ചണിൽ ചൂടുവെള്ളം കിട്ടാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ രണ്ടാമത്തെ
ബെഡ്റൂമിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്, നല്ല സൗകര്യപ്രദമായിട്ടുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. കുറവലങ്ങാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, കുറവലങ്ങാട് നല്ല ഒരു എന്താ പറയുക, ഒരു ചരിത്രപ്രസിദ്ധമായ ഒരു ടൗണാണ്. അവിടെ നല്ലൊരു ടൗൺ തന്നെയാണ്. അവിടെ കോളേജ്, വളരെ പ്രസിദ്ധമായ കോളേജ്, അതുപോലെ തന്നെ പള്ളി, അതുപോലെ തന്നെ അമ്പലങ്ങൾ എല്ലാം നമുക്ക് കുറവലങ്ങാട് ടൗണിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ എല്ലാം ലഭിക്കുന്നതാണ്. സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഇവിടുന്ന് നമ്മുടെ വീണ്ടും ഡൈനിങ്ങിലേക്ക് ഇറങ്ങി ഇനി മുകളിലത്തെ നിലയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ വേഗം കാണാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മുടെ മുകളിലത്തെ നില ഇതാണ്. സ്റ്റെയർ കേസ് തടി കൊണ്ടൊരു പ്രത്യേക ഡിസൈനിൽ ചെയ്തെടുത്തിരിക്കുന്ന നല്ല ഒരു കൈപിടിയൊക്കെയുള്ള നല്ലൊരു സ്റ്റെയർ കേസ്. കാഴ്ചയ്ക്ക് വളരെ ക്യൂട്ടാണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. നല്ല പണി വന്നിട്ടുണ്ട് ഇതിന്. കാരണം ആശാരിമാരുടെ ടച്ചൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് ഇതിനൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ വന്നിരിക്കുക. മുകളിലത്തെ നിലയിൽ കയറി ഇവിടെയും 2 ബെഡ്റൂമാണ്. മൊത്തത്തിൽ 4 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഇവിടെ താഴത്തെ നിലയിൽ കണ്ട ഏകദേശം ആ രീതിയിൽ തന്നെ ഉള്ള ഒരു ബെഡ്റൂമാണ് മുകളിലത്തെ നിലയിലും വന്നിരിക്കുക. അവിടുന്ന് നമ്മുടെ ബെഡ്റൂം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വീട്. കോട്ടയം ജില്ലയിലാണ്, കുറവലങ്ങാട് ടൗണിന് സമീപത്ത് തന്നെയാണ്. ഇവിടുന്ന് കൂത്താട്ടുകുളം, എറണാകുളം ഒക്കെ പോകുവാൻ, അല്ലെങ്കിൽ ഇവിടുന്ന് കോട്ടയം ജോലിക്ക് പോകേണ്ടവർക്ക് എല്ലാം 24 മണിക്കൂറും സൂപ്പർ ഫാസ്റ്റ് പോലെയുള്ള ബസ് സൗകര്യങ്ങളുള്ള ഇത്രയും നല്ല ഒരു മേഖലയിൽ തന്നെയാണ് ഈ വീട്. നടന്നു പോയി വെറും 5 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഹൈവേയിൽ MC റോഡിലെത്താനായിട്ട്. MC റോഡിലെത്തിയിട്ട് ബസ്സിന് കയറി എവിടെ വേണമെങ്കിലും ജോലിക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് വീടിരിക്കുന്നത്. വെള്ളപ്പൊക്ക ഭീഷണികൾ, ഉരുൾപൊട്ടൽ ഭീഷണികൾ ഒന്നുമില്ലാത്ത ഒരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുക. ഇവിടുന്ന് നമ്മുടെ 4 ബെഡ്റൂമും കണ്ടു. ഇനി പുറത്ത് ഒരു ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട്. നമുക്ക് ഈ ഡോറ് തുറന്നൊന്ന് കാണാം. ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട്. ഓപ്പൺ ടെറസ് ഏരിയയിൽ വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഷീറ്റൊക്കെ ഇട്ട് ചെയ്യാം. പക്ഷേ അതൊക്കെ സ്ക്വയർ ഫീറ്റിൽ പെടുന്നു എന്നുള്ളത് കൊണ്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്താൽ വാഷിംഗ് മെഷീൻ വെക്കാൻ, തുണി അലക്കി ഉണങ്ങാനിടാനൊക്കെ ആയിട്ടുള്ള സ്പേസ് ആണ് അവിടെ വരിക. ഇവിടെയാണ് ഒരു ബാൽക്കണി വന്നിരിക്കുന്നത്. നല്ലൊരു ബാൽക്കണി ഉണ്ട്. ഇവിടെ നല്ലൊരു ബാൽക്കണി ആയിട്ട് ഇരുന്ന് നല്ല രീതിയിലൊരു തണുത്ത കാറ്റൊക്കെ കൊണ്ടിരിക്കുവാനായിട്ട് വളരെ സുഖമായിരിക്കും. ഇതാണ് വീടുകളുടെ അയൽവാസം. നല്ല അയൽവാസികളുള്ള ഒരു മേഖല. ഇതാണ് വീട്ടിലേക്ക് വരുന്ന അപ്രോച്ച് റോഡ്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.